ഇത് സംതിങ് കോൾഡ് സീരിയൽ പൊസിഷനിങ് എഫക്റ്റ് എന്നാണ് ഇതിന് പറയുന്നത്, ഇംഗ്ലീഷിൽ പറയുന്നത് സീരിയൽ പൊസിഷനിങ് എഫക്റ്റ്. വാട്ട് ഡസ് ദാറ്റ് മീൻ? സീരിയൽ പൊസിഷനിങ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ലീനിയർ ആയിട്ടൊരു പടം ചെയ്തു പോകുന്നു. ഓപ്പണിങ്ങിൽ നിങ്ങൾക്കൊരു ഷോട്ട് ഇടാം. അപ്പോൾ ആ ഓപ്പണിങ്ങിൽ നിങ്ങൾക്ക് ഇമാജിൻ യു ആർ ഇൻ ദ ഓപ്പണിംഗ്, യു ആർ പുട്ടിങ് അപ്പ് എ കാർ ആക്സിഡൻറ്റ്. നിങ്ങൾ ലീനിയറായിട്ടങ്ങ് കഥയിലേക്ക് കയറും. അത് ഈ കാർ ആക്സിഡൻറ്റുമായിട്ട് നെക്സ്റ്റ് സീനിന് യാതൊരു ബന്ധവുമില്ല. ലീനിയറായിട്ട് കഥയിൽ കയറിയിട്ട് എൻഡ് ഓഫ് ദി ഡേ ദ ക്ലൈമാക്സ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ക്ലൈമാക്സ് പാടിയതാണ് ഈ അടുത്തിടയ്ക്കൊരു പടത്തിൽ ഇറങ്ങിയത്. സീരിയൽ പൊസിഷൻ എഫക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് സ്റ്റേജിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇത് ഇട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പടത്തിൻ്റെ, അതായത് ആ പ്രേക്ഷകന് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകുമ്പം ദേ വിൽ ഗെറ്റ് these two, they can forget everything. സോ വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഫ്രണ്ട്സ്. അപ്പം ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് എനിക്കൊരു മെയിൽ വന്നതിൻ്റെ ബാലൻസ് ആണ്. അപ്പോൾ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരുന്നു. അതായത് ഞാൻ സ്റ്റോറി ആൻഡ് സ്ക്രിപ്റ്റിനകത്ത് ഒരു എപ്പിസോഡ് കണ്ടിട്ടാണ് ആ വ്യക്തി എനിക്ക് മെയിൽ അയച്ചത്. അപ്പോൾ ഞാൻ അതിനകത്ത് ഈ 20 minutes ആയിട്ട് കട്ട് ചെയ്യാനൊക്കെ പറഞ്ഞൊരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇത് ആർക്കാണ് ഉപകരിക്കുന്നത് വെച്ചാൽ ഡയറക്ടേഴ്സ് ആൻഡ് എഡിറ്റേഴ്സ്, അതായത് ഈവൻ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൽ നിങ്ങൾക്കത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വെൽ എനഫ്. ഇത് സംതിങ് കോൾഡ് സീരിയൽ പൊസിഷനിങ് എഫക്റ്റ് എന്നാണ് ഇതിന് പറയുന്നത്, ഇംഗ്ലീഷിൽ പറയുന്നത് സീരിയൽ പൊസിഷനിങ് എഫക്റ്റ്. വാട്ട് ഡസ് ദാറ്റ് മീൻ? സീരിയൽ പൊസിഷനിങ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പടം എടുക്കുന്നു. ഒരു പടം ടോട്ടാലിറ്റിയിൽ നമ്മൾ പടം ഇരുന്ന് കാണുമ്പം ആസ് എ പ്രേക്ഷകൻ ഓൾവേസ് റിമെമ്പേഴ്സ് ദി സ്റ്റാർട്ട് ആൻഡ് ദി എൻഡ്. ഇതിനിടയ്ക്കുള്ള കാര്യങ്ങൾ ചിലപ്പം പ്രേക്ഷകൻ മറന്നു പോകാം. അപ്പം സോ ദർ ഈസ് എ ചാൻസസ് ദാറ്റ് they cannot recollect it, but they always will recollect how the movie started and how the movie ended. So my recommendation is that what is serial position effect is that the try to include your opening statement or opening scenes. ഈവൻ അത് നോൺ ലീനിയർ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അതായത് ഓപ്പണിങ്ങിൽ ഒരു ഷോർട്ട് ഇടട്ടെ. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളൊരു പടം ചെയ്യുന്നു, ലീനിയർ ആയിട്ടൊരു പടം ചെയ്തു പോകുന്നു. ഓപ്പണിങ്ങിൽ നിങ്ങൾക്കൊരു ഷോട്ട് ഇടാം. അപ്പോൾ ആ ഓപ്പണിങ്ങിൽ നിങ്ങൾക്ക് ഇമാജിൻ യു ആർ ഇൻ ദ ഓപ്പണിംഗ്, യു ആർ പുട്ടിങ് അപ്പ് എ കാർ ആക്സിഡൻറ്റ്. ഈ കാർ ആക്സിഡൻറ്റ് നടന്നിരിക്കുന്നത് സെക്കൻഡ് ഹാഫിലാണ്. പക്ഷെ ആ കാർ ആക്സിഡൻറ്റിൻ്റെ ഒരു 30 seconds or 1 minute ഒരു ഓപ്പണിങ് കാണിച്ചിട്ട്, അതായത് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന ഓപ്പണിങ് കാണിച്ചിട്ട് നിങ്ങൾ ലീനിയറായിട്ടങ്ങ് കഥയിലേക്ക് കയറും. അത് ഈ കാർ ആക്സിഡൻറ്റുമായിട്ട് നെക്സ്റ്റ് സീനിന് യാതൊരു ബന്ധവുമില്ല. ലീനിയറായിട്ട് കഥയിൽ കയറിയിട്ട് നിങ്ങൾ കഥ പറഞ്ഞു തീർന്ന് സെക്കൻഡ് ഹാഫിൽ വരുമ്പം ദ റിയൽ കാർ ആക്സിഡൻറ്റ് വിൽ കം. ദെൻ പ്രേക്ഷകർക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ ആദ്യം പറഞ്ഞിരുന്നുണ്ട് ഇതിൻ്റെ തുടക്കമാണ് അവിടെ വിട്ടു പോയത്. ഇതുപോലെ തന്നെ ക്ലൈമാക്സിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ. ക്ലൈമാക്സ് എൻഡ് ഓഫ് ദി ഡേ ദ ക്ലൈമാക്സ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ക്ലൈമാക്സ് പാടിയതാണ് ഈ അടുത്തിടയ്ക്കൊരു പടത്തിൽ ഇറങ്ങിയത്. ഫസ്റ്റ് ഹാഫ് നമ്മൾ പോയതുപോലും അറിഞ്ഞില്ല. സെക്കൻഡ് ഹാഫിൽ സ്ക്രിപ്റ്റ് പാടി, ക്ലൈമാക്സ് വാസ് ദ വേഴ്സ്. പടം ഒരു മേജർ നടൻ്റെ പടമാണ്. ബിസിനസ്സൊക്കെ നടന്നു കാണും, ബട്ട് മൂവി റിയലി ഫ്ലോപ്ഡ് ഇൻ ദി തിയേറ്റേഴ്സ്. സോ ഈ സീരിയൽ പൊസിഷൻ എഫക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് സ്റ്റേജിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതായത് സീൻ എഴുതി വെക്കാം. അതായത് ഇന്ന സീന് ഇന്ന സബ് സീന് തുടക്കത്തിൽ നമ്മൾ വെച്ചിട്ട് പടത്തേക്ക് കയറും. എൻഡ് ക്ലൈമാക്സിലെ ലാസ്റ്റ് 20 minutes എന്താണോ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് പറഞ്ഞു തീർക്കാം. ഇതുപോലെ തന്നെ ടെയിൽ എൻഡ് ഓൾസോ ക്യാപ്ചേഴ്സ് അറ്റൻഷൻസ്. ടെയിൽ എൻഡിൽ നിങ്ങൾ ഡയറക്ടേഴ്സ് കട്ട് നിങ്ങൾ ഇടുക, അല്ലെ അടുത്ത മൂവി ഉണ്ടെങ്കിൽ സീക്വലിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ ഇടുക. ഇങ്ങനെ സാധനം നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ദ പീപ്പിൾ ഓൾവേസ് റിമെമ്പേഴ്സ് ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്. അപ്പോൾ ഇതാണ് ഈ സീരിയൽ പൊസിഷൻ എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് സ്ക്രിപ്റ്റ് സ്റ്റേജിൽ നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞാൽ ഡയറക്ടറിന് അതനുസരിച്ച് പ്ലാൻ ഔട്ട് ചെയ്ത് ഇത് എഡിറ്റേഴ്സിന് എഡിറ്റ് ചെയ്തെടുക്കാം. ഈ സ്ക്രിപ്റ്റ് സ്റ്റേജിൽ നിങ്ങൾ ഇട്ടില്ല എന്ന് വിചാരിക്കുക. പടമെല്ലാം ഷൂട്ട് ചെയ്തതിന് ശേഷം ഇത് കാണുമ്പോൾ ഇത് നിങ്ങൾ ഇടുക. ഇത് ഇട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പടത്തിൻ്റെ, അതായത് ആ പ്രേക്ഷകന് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകുമ്പം ദേ വിൽ ഗെറ്റ് ദീസ് ടു, ദേ ക്യാൻ ഫോർഗെറ്റ് എവറിത്തിങ്. പോപ്കോൺ വഴിക്ക് അല്ലെങ്കിൽ ചായ ഓർഡർ ചെയ്ത് വഴിക്ക് എല്ലാവർക്കും മറക്കാം. പക്ഷെങ്കിൽ ഈ 2 പോർഷൻസ് അവരുടെ മനസ്സിൽ എപ്പോഴും തങ്ങിയിരിക്കും, അതായത് ദ ബിഗിനിങ് ആൻഡ് ദി എൻഡ്. So this is what something called serial positioning effect, and this has got a very effect. അതായത്
ഞാൻ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഓപ്പണിംഗ് ഷോട്ടിൽ ഒരു സാധനം കാണിച്ച്, അതായത് പ്രേക്ഷകനെ സീറ്റിൽ പിടിച്ചിരുത്തുന്ന ഒരു സാധനം നിങ്ങൾക്ക് തുടക്കത്തിൽ കാണിച്ചു കഴിഞ്ഞാൽ മൂവിയിലേക്ക് നമ്മൾ എൻട്രി ചെയ്യാൻ എളുപ്പമായിരിക്കും. ഒരു മൂവി ഗോവറിന്, അതായത് ഒരു പബ്ലിക്കിനെ നിങ്ങളുടെ മൂവിക്കകത്തേക്ക് ഈസി ആയിട്ട് എൻട്രി ചെയ്യിപ്പിക്കാം. ഫോണൊക്കെ താഴെ വെച്ചിട്ട് ദേ വിൽ ഡെഫിനറ്റ്ലി ലുക്ക് അറ്റ് ദ മൂവി. എൻഡിൽ നിങ്ങൾക്ക് ഈ ഒരു 20 മിനിറ്റ്സ് ക്ലൈമാക്സ് ഇസ് ഡെഫിനറ്റ്ലി ഇമ്പോർട്ടൻറ്റ്. ഈ ക്ലൈമാക്സ് നിങ്ങൾ ചെയ്യുമ്പം ഏറ്റവും നല്ല ഷോർട്ട്സ് അവിടെ വെച്ച് നിങ്ങൾ ചെയ്ത് കഴിയുമ്പം അതും ആൾക്കാരുടെ മനസ്സിൽ നിൽക്കും, ഇൻക്ലൂഡിങ് ദി ഡയറക്ടേഴ്സ് കട്ട്. അത് ടെയിലിൻ്റെ നമ്മൾ പറയത്തില്ലേ, ഇപ്പോൾ ഡയറക്ടറിൻ്റെ ടൈറ്റിൽ എഴുതി കാണിച്ചിട്ട് ഒരു ടെയിലിൻ്റെ ഇടും, ആ ടെയിലിൻ്റും ആൾക്കാരുടെ മനസ്സിൽ നിൽക്കും. നിങ്ങൾക്കറിയാമല്ലോ KGF 2 ഇറങ്ങിയ സമയത്ത് ഇതേ ഒരു എഫക്റ്റ് ആയിരുന്നു ലാസ്റ്റിൽ അവർ ചോദിച്ചത്. അതായത് പടമെല്ലാം കഴിഞ്ഞ് മോൺസ്റ്റർ സോങ് ഇട്ടു KGF 2 മോൺസ്റ്റർ സോങ് ഇട്ട് ആ എൻറ്റയർ റോളിംഗ് ക്രെഡിറ്റ്സ് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും ആൾക്കാരും തിയേറ്റർ വിട്ടിട്ടില്ല. മോൺസ്റ്റർ സോങ് തീർന്നു കഴിഞ്ഞിട്ടാണ് ആൾക്കാർ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയത്. സോ ദിസ് ഈസ് ദ സംതിങ് വിച്ച് യു ക്യാൻ യൂസ് ഇൻ എഡിറ്റിംഗ് സ്റ്റേജ്. അതായത് പടം നിങ്ങൾ ആ മോഡൽ ഷൂട്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. യു ക്യാൻ യൂസ് ഇറ്റ് ഇൻ എഡിറ്റിംഗ് സ്റ്റേജ്. എഡിറ്റിംഗ് സ്റ്റേജ് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പ്രത്യേകമായിട്ട് പറയുക, ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് രണ്ടും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഹാവ് മച്ച് മോർ ഗ്രേറ്റർ ഇമ്പാക്ട് ദാൻ വാച്ചിങ് എ നോർമൽ മൂവി ആൻഡ് ലിവിങ് ദ തിയേറ്റർ. ദ ലാസ്റ്റ് ഇമോഷൻ സ്റ്റേസ് വിത്ത് യു. അതായത് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പ്രത്യേകം പറയുന്നൊരു കാര്യം, ഞാനിത് പറഞ്ഞ സീരിയൽ പൊസിഷനിങ് എഫക്റ്റ് പറഞ്ഞത് കൊണ്ട് നിങ്ങളിങ്ങനെ കട്ട് ചെയ്തിടണം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഓൾവേസ് റിമെമ്പർ, യു ആർ ട്രൈങ് ടു കൺവേ എ സ്റ്റോറി. എ സ്റ്റോറി ഹാസ് എൻ ഇമോഷൻ. ആ ഇമോഷൻ്റെ ഏറ്റവും ഉയർന്ന തലം, ഏറ്റവും ദ ഹയസ്റ്റ് പീക്ക് ഓഫ് ദാറ്റ് ഇമോഷൻ യു വാണ്ട് ദ പബ്ലിക് ടു ഗെറ്റ് ഇൻ ദ തിയേറ്റർ. അത് ലാസ്റ്റ് ക്ലൈമാക്സിലാണ്. ഈ സീരിയൽ പൊസിഷനിങ് എഫക്റ്റ് ഇടാൻ വേണ്ടി നിങ്ങൾ ഇട്ടിട്ട് ആ ഇമോഷൻസ് ഡ്രോപ്പ് ഔട്ട് ചെയ്യരുത്. ഫോർ എക്സാമ്പിൾ, യു വാണ്ട് ടു സേ എ റൊമാൻറ്റിക് സ്റ്റോറി, say a romantic story and let the people leave the theatre. If you want to say a thriller, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്, ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, അവിടെ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് പാർട്ടിലേക്ക് നിങ്ങൾക്ക് ഒരു സാധനം ഇടാം. ഒരു മാസ് പടമാണ്, സെക്കൻഡ് പാർട്ടിലേക്ക് ഒരു സീക്വലിനുള്ളൊരു ഇതുണ്ടെങ്കിൽ മാസ് സാധനമാണ്, ഒരു അടിപ്പടമാണ്, ഇൻവെസ്റ്റിഗേഷൻ, those type of things you can definitely use serial positioning effect so that emotions is conveyed continue into the tail end. പക്ഷേ റൊമാൻറ്റിക് പടങ്ങളും അതുപോലെ തന്നെ കോമഡി പടങ്ങളൊക്കെ എടുക്കുമ്പം ഇത് സീരിയൽ പൊസിഷൻ എഫക്റ്റ് ലാസ്റ്റ് ഇടുന്നത് വയബിൾ ആണോ എന്ന് എനിക്കറിയത്തില്ല. ബിക്കോസ് എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ ആ സ്റ്റോറിയിൽ പറഞ്ഞൊരു ഇമോഷനുണ്ട്, ആ ഇമോഷനിലാണ് ആ പടം തീർന്ന്, ആ ഇമോഷനാണ് പ്രേക്ഷകന് കിട്ടേണ്ടത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ. സോ മേക്ക് ഷുവർ ദാറ്റ് യു ഡോണ്ട് കൺഫ്യൂസ് ബിറ്റ്വീൻ ദീസ് ടു. ഡൈല്യൂട്ട് ചെയ്യാതെ തന്നെ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കണം. സർട്ടൻ ഏരിയാസിൽ നിങ്ങൾക്ക് ഈ എൻഡിൽ സീരിയൽ പൊസിഷനിങ് എഫക്റ്റ് നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാം. ബട്ട് ഡോണ്ട് ട്രൈ ടു ഡൈല്യൂട്ട് യു മൂവി. സോ ഇതാണ് ഈ സീരിയൽ പൊസിഷൻ. അപ്പം പ്രേക്ഷകൻ എനിക്കൊരു ഒരാഴ്ചയാണ് ഇതിനെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആക്കാമെന്നുള്ളത്. അതുപോലെ തന്നെ വേറൊരാൾ അയച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്ക്രിപ്റ്റിനെ കുറിച്ച് ഞാനൊരു സ്ക്രിപ്റ്റിൻ്റെ ഫോർമാറ്റ് ഇടാൻ പറ്റുമെന്ന് ചോദിച്ചുകൊണ്ട്. ഒരു ഫോർമാറ്റ് എങ്ങനെയാണ് സ്ക്രിപ്റ്റിൻ്റെ ഫോർമാറ്റ് ഇരിക്കേണ്ടത്, അത് ഞാൻ ഡെഫിനറ്റായിട്ട് ഇടാം. ഒരു എപ്പിസോഡ് ഞാൻ കവർ ചെയ്തിട്ട് ഐ വിൽ ഡെഫിനറ്റ്ലി മേക്ക് ഷുവർ ദാറ്റ് ഐ പോസ്റ്റ് സംതിങ് ഫോർ യു ഗൈസ് ടു ഡൗൺലോഡ്. ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാറുണ്ട്. നേരത്തെ ഒരു എപ്പിസോഡിൽ പ്രീ പ്രൊഡക്ഷൻ ബഡ്ജറ്റിൻ്റെ ഞാൻ ഫോർമാറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ലോട്ട് ഓഫ് പീപ്പിൾ ഹാവ് ഡൗൺലോഡഡ് ഇറ്റ്. അപ്പം അത് ഞാൻ ഡെഫിനറ്റായിട്ട് ചെയ്യാം. എനിവേ ഗൈസ്, താങ്ക് യു ഫോർ ഓൾ ദി ലൈക്സ്, ഷെയർസ്, സബ്സ്ക്രിപ്ഷൻ. എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് എൻ്റെ മെയിൽ ഐ ഡി ഉണ്ട്. ഈ എല്ലാ എപ്പിസോഡ്സിനും ഡിസ്ക്രിപ്ഷനിൽ മെയിൽ ഐ ഡി കിടപ്പുണ്ട്. റൈറ്റ് ടു മീ ആൻഡ് ഐ വിൽ ഡെഫിനറ്റ്ലി ആൻസർ യുവർ ക്വയറീസ്. പബ്ലിക്കിന് ഗുണമുള്ള ക്വയറി ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ ഡു എൻ എപ്പിസോഡ് ഔട്ട് ഓഫ് ഇറ്റ്. Anyway, thank you very much guys. All of you, thank you for listening to me, subscribing, sharing. Thank you very much. See you in the next episode.